ഒരു കാലത്ത് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത ഭാഷയിൽ സംസാരിച്ച നേതാവ്, ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് വരെ പറഞ്ഞ ആൾ, ഇറാന്റെ മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദിനെജാദാണ് ആ വ്യക്തി. എന്നാൽ അതേ അഹമ്മദിനെജാദിനെ വർഷങ്ങളോളം മൊസാദ് രഹസ്യമായി സമീപിച്ചിരുന്നുവെന്നും ഇറാനിലെ ഭരണകൂടം തകരുകയാണെങ്കിൽ പുതിയ നേതാവായി ഉയർത്താൻ വരെ പദ്ധതി ഇട്ടിരുന്നു എന്നുമുള്ള ന്യൂയോർക്ക് ടൈംസ് അന്വേഷണ റിപ്പോർട്ട് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അവകാശവാദങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അഹമ്മദിനെജാദിന്റെ ഓഫീസ് അവയെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് മെഹ്മൂദ് അഹമ്മദിനെജാദ്? മൊസാദും അഹമ്മദിനെജാദുമായുള്ള ബന്ധം എന്താണ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. (2005) മുതൽ 2013 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു അഹമ്മദിനെജാദ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിക്ക് വേഗം കൈവരിക്കാനായത്. ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ പ്രസ്താവനകൾ നടത്തിയും ഹോളോകോസ്റ്റ് നിഷേധത്തിലൂടെ അന്താരാഷ്ട്ര വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ശക്തമായതും അഹമ്മദിനെജാദിന്റെ കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ തന്നെ ഇസ്രായേൽ സമീപിച്ചുവെന്ന ആരോപണമാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2022 മുതൽ അഹമ്മദിനെജാദുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ മൊസാദ് ശ്രമം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി വിദേശയാത്രകൾക്ക് സഹായം, രഹസ്യ കൂടിക്കാഴ്ചകൾ, ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ മൊസാദ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ച, ഇറാനിൽ ഭരണമാറ്റമുണ്ടായാൽ അഹമ്മദിനെജാദിനെ മുന്നിൽ നിർത്താനുള്ള ആലോചന എന്നിവയൊക്കെ നടന്നതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അജ്ഞാത അമേരിക്കൻ, ഇസ്രായേലി, ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇവയെല്ലാം അടങ്ങിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഇതിന് സ്വതന്ത്രമായ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 28-നാണ് ഏറ്റവും നിർണായക നീക്കം നടന്നത്. അഹമ്മദിനെജാദിന്റെ വസതിക്ക് സമീപം വ്യോമാക്രമണം നടന്നു. അതിനുശേഷം മൊസാദ് ഏജന്റുമാർ കറുത്ത നിറത്തിലുള്ള ഒരു വാഹനത്തിൽ അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലക്ഷ്യം ഇറാനിലെ അധികാരഘടന തകരുകയാണെങ്കിൽ അഹമ്മദിനെജാദ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക, പുതിയ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിക്കുക എന്നിവയായിരുന്നു. എന്നാൽ പദ്ധതി നടപ്പായില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് അനുസരിച്ച് അഹമ്മദിനെജാദ് പിന്നീട് സുരക്ഷാ കേന്ദ്രം വിട്ടുപോയി. ഇസ്രായേലിന്റെ പദ്ധതി വിജയിക്കില്ലെന്ന വിലയിരുത്തലും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ അവകാശവാദം. തുടർന്ന് അദ്ദേഹം ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിലായെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. താൻ വീട്ടുതടങ്കലിലല്ലെന്നും മൊസാദുമായി ബന്ധമുണ്ടെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും അഹമ്മദിനെജാദ് വ്യക്തമാക്കി. അഹമ്മദിനെജാദിന്റെ ഓഫീസ് എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞു. ഇതിൽ ഇറാന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ന്യൂയോർക്ക് ടൈംസ് പൂർണ്ണമായും വ്യാജമായ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പല സുരക്ഷാ വിദഗ്ധർക്കും സംശയമുണ്ട്. അവരുടെ പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്. ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെ ഇസ്രായേൽ വിശ്വസിക്കും? ഇത്ര വലിയ രഹസ്യ ദൗത്യം പിന്നീട് പുറത്തുവിടാനുള്ള കാരണം എന്താണ്? ഇത് യഥാർത്ഥ ഓപ്പറേഷനോ അല്ലെങ്കിൽ മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമോ? ചില വിശകലനക്കാർ ഈ റിപ്പോർട്ടിലെ തെളിവുകളും സോഴ്സുകളും പര്യാപ്തമല്ലെന്ന് വിമർശിക്കുന്നു. ഇസ്രായേൽ എന്തുകൊണ്ട് ഇത്തരമൊരു നീക്കം ആലോചിച്ചിരിക്കാം? ഇത് ശരിയാണെന്ന് കരുതിയാൽ തന്നെ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇറാനിലെ ഭരണകൂടത്തിൽ ഭിന്നത സൃഷ്ടിക്കുക, ഭരണമാറ്റത്തിന് ശേഷം ഇറാനിൽ രാഷ്ട്രീയ ശൂന്യത നിറയ്ക്കുക, ആഭ്യന്തര പിന്തുണയുള്ള ഒരു മുഖം കണ്ടെത്തുക, സൈനിക വിജയത്തെ രാഷ്ട്രീയ വിജയമാക്കുക എന്നിവയൊക്കെയാണ് റിപ്പോർട്ട് സാധൂകരിക്കുന്ന ലക്ഷ്യങ്ങൾ. എന്നാൽ ഇവ റിപ്പോർട്ടുകളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ മാത്രമാണ്, അല്ലാതെ ഔദ്യോഗിക നയമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ചാരസംഘടനകൾ ശത്രുരാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ച നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന മെഹ്മൂദ് അഹമ്മദിനെജാദിനെ തന്നെ മൊസാദ് വർഷങ്ങളോളം സമീപിച്ചുവെന്ന ഈ കഥ സത്യമായാലും കെട്ടിച്ചമച്ചതായാലും ആഗോള രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അവകാശവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ കഥയുടെ പ്രധാന അടിസ്ഥാനം ന്യൂയോർക്ക് ടൈംസ് അന്വേഷണ റിപ്പോർട്ടും അജ്ഞാത സ്രോതസ്സുകളുമാണ്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അഹമ്മദിനെജാദും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിനാൽ ഈ സംഭവത്തെ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയായി കാണാതെ ശക്തമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആരോപണമായി മാത്രമാണ് വിലയിരുത്തേണ്ടത്.